പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ ദ അൺഹോളി എന്ന അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയെ പറ്റിയിട്ടാണ്. വർഷം 1845 ബാൻഫീൽഡ് നഗരത്തിൽ ഒരു രാത്രി കാത്തലിക് ഫോളോവേഴ്സും ഒരു പ്രീസ്റ്റും ചേർന്ന് ഒരു യുവതിയെ ബന്ധനസ്ഥയാക്കി അവളുടെ മുഖത്ത് ഒരു ഫേസ് മാസ്ക് വെച്ച് ആണിയടച്ചുറപ്പിച്ച് അവളെ ജീവനോടെ കത്തിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രീസ്റ്റ് അവളുടെ നേരെ ജീസസിൻ്റെ നാമത്തിൽ നീ ശപിക്കപ്പെട്ടവളാകുന്നു എന്ന് പറഞ്ഞ് അവളുടെ ആത്മാവിനെ ഒരു ഡോറിലേക്ക് ആവാഹിക്കുന്നുണ്ട്. അവിടെ വെച്ച് സീൻ കട്ടായതിനു ശേഷം പിന്നെ പ്രസൻറ്റ് ഡേ ആയിട്ടുള്ള 2021 കാണിച്ചുകൊണ്ടാണ് സിനിമ പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഈ സീനിൽ നമുക്ക് പരിചയപ്പെടുന്നത് കഥാനായകനായിട്ടുള്ള ജെറിയാണ്. ജെറി ഒരു ഫേമസ് പത്രത്തിൻ്റെ റിപ്പോർട്ടറായിരുന്നു. എന്നാൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തതിൻ്റെ പേരിൽ ആളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ അയാൾ ഇരിക്കുമ്പോഴാണ് അയാൾക്ക് ഫ്രണ്ടിൽ നിന്ന് കോൾ വരുന്നത്. ഒരു വർക്ക് വന്നിട്ടുണ്ട്, ഒരു സ്ഥലത്ത് പശുക്കളുടെ ദേഹത്ത് ഒരു സിമ്പൽ കാണുന്നുണ്ട്, നീ പോയി കവർ ചെയ്താൽ നിനക്ക് 150 രൂപ പ്രതിഫലം കിട്ടും. അപ്പോൾ ചെറു പറയും, ഈ ചീക്കിൽ വർക്കും ഞാൻ ഇപ്പോൾ എടുക്കാറില്ല എന്ന് പറയും. ഫ്രണ്ട് പറയും, എന്നാൽ നീ നിൻ്റെ പഴയ കമ്പനി പോയി വർക്ക് ചെയ്യണമെന്ന് പറയും. അപ്പം വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ജെറി നേരെ ബാൻഫീൽഡ് എന്നൊരു നഗരത്തിൽ ചെന്ന് അവിടെ നിന്ന് ആ കർഷകനെ കാണും. അപ്പോൾ അവൻ ചെന്ന് നോക്കുമ്പോൾ ആ ഒരു പശുവിൻ്റെ ദേഹത്ത് എന്ന് പറഞ്ഞൊരു സിഗ്നൽ കാണും. അപ്പോഴേ അവന് മനസ്സിലാവും ഇത് ഏതോ കുട്ടികൾ ചേർന്ന് ഒപ്പിച്ച പണിയാണ്, അല്ലാണ്ട് ഇതിന് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല എന്ന് ജെറിക്ക് മനസ്സിലാവും. ആ സമയത്താണ് തൊട്ടപ്പുറത്തെ പള്ളിയുടെ അവിടെ നിന്നും നമ്മുടെ ഫാദർ ഹേഗൻ അങ്ങോട്ട് വന്ന് ഈ പശുവിൻ്റെ ഉടമയോട് പറയും, നീ പശുവിനെ ഇവിടുന്ന് മാറ്റിക്കാട്ടണം, ഇത് പള്ളിയുടെ സ്ഥലമാണ്, ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് അയാളോട് പറയും. അപ്പോൾ നമ്മുടെ ഉടമയും പറയും, ആ ശരി അച്ഛാ, ഞാൻ മാറ്റി കിട്ടിക്കോളാം എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഫാദർ ഹേഗൻ തിരിച്ച് ചാപ്പലിലോട്ട് പോകും. അപ്പോൾ ജെറി എന്നിട്ട് തിരിച്ചു പോകാൻ തുടങ്ങും. ഇവിടെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊന്നുമില്ല, കവർ ചെയ്താൽ എനിക്ക് ന്യൂസിലൊന്നും കിട്ടത്തില്ല എന്ന് തിരിച്ചു പോകുമ്പോൾ ജെറിയെ ആരോ വിളിക്കുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കും. അവൻ നോക്കുമ്പോൾ ഒരു മരത്തിൽ നിന്നാണ് അവന് സൗണ്ട് വരുന്നത്. അവൻ നേരെ അതിൻ്റെ അടുത്തോട്ട് ചെല്ലും. അതിനടുത്തോട്ട് ചെല്ലുമ്പോൾ അവൻ അതിൻ്റെ മൂട്ടിൽ നിന്ന് തിളങ്ങുന്ന പോലെ ഒരു ഇത് കാണും. അപ്പം അവൻ നോക്കും ഇതെന്താണെന്ന് തപ്പി നോക്കുമ്പോൾ ഒരു ഡോള് അവൻ്റെ കയ്യിൽ കിട്ടും. അവനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് ചങ്ങലയെ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ വർഷം എഴുതിയിട്ടുണ്ട് 1845 ഫെബ്രുവരി 31. അപ്പോൾ ചിന്തിക്കും, ഫെബ്രുവരി 31 അങ്ങനെ ഒരു ദിവസം ഇല്ലല്ലോ, അപ്പോൾ ഇതാരോ എന്തോ പണി ഒപ്പിച്ചാണെന്ന് വിചാരിക്കും. അപ്പോൾ ഉടനെ നമ്മുടെ ഓണർ വന്നിട്ട് പറയും, ഈ ഡോൾ ഇവിടെ ഉണ്ടോ, ഇത് കർഷകർ ഭാഗ്യം വരാൻ വേണ്ടി ആൾക്കാർ കുഴിച്ചിടുന്നതാണ്, പക്ഷേ ഇത്ര വിചിത്രമായ ഡോളിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. നമ്മുടെ ജെറിക്ക് ഉടനെ ഐഡിയ വരും. ജെറി ഉടനെ ആ ഡോൾ അങ്ങ് ചവിട്ടി പൊട്ടിക്കും. എന്നിട്ട് ഓണറെ കൊണ്ട് എൻ്റെ ഫ്രണ്ട് ഇരുത്തി ഒന്ന് ഡയലോഗ് പറയിപ്പിക്കും, എനിക്ക് ഈ ഡോൾ ഇവിടെ കടന്ന് കിട്ടിയതാണ്, ഇത് പൊട്ടിക്കിടന്നു, ഇത് സാത്താനിക്കാണോ എന്ന് ഈ ഡൗട്ടുണ്ട്, ഇത് കിട്ടിയതിന് ശേഷം എൻ്റെ പശുക്കൾക്ക് നിരന്തരമായ അറ്റാക്കുകൾ ഉണ്ടാകുന്നു, അത് ഒരിക്കൽ പോലും സ്വസ്ഥമായി കിടന്നുറങ്ങുന്നില്ല എന്ന് പറഞ്ഞ വീഡിയോ ഇതിന് ശേഷം ജെറി തിരിച്ച് പോകാനായിട്ട് തയ്യാറാവും. അവൻ പോകുന്ന വഴിക്ക് വീഡിയോ റെഫറൻസ് ചെയ്തുകൊണ്ടിരുന്ന വഴിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ ഫ്രണ്ടിലോ ആ പെൺകുട്ടി. അവൻ കാറ് ചെന്ന് ഇടിച്ചിട്ട് മരത്തേക്ക് കയറ്റും. എന്നിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു പെൺകുട്ടി കാട്ടിലൂടി പോകുന്നു. അവൻ ആ പെൺകുട്ടിയുടെ പുറകെ ചെല്ലുമ്പം അവൻ ഇന്ന് രാവിലെ കണ്ട മരത്തിന് മുന്നിൽ ചെന്ന് ആ പെൺകുട്ടി മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ എനിക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഈ പെൺകുട്ടി പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ജെറി അവളെ തൊട്ടുമ്പോഴത്തേക്ക് ഇവള് ബോധം കിട്ടി തിരിച്ചു വീഴും. ജെറി ഉടനെ അവളെ പൊക്കി എടുത്തുകൊണ്ട് പള്ളിയിലോട്ട് ചെല്ലും. അപ്പോൾ ഫാദർ ഇവളെ കണ്ട്, ആലീസ് നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജെറി പറയും, എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടിയത്. എന്നിട്ട് ഒരു ഡോക്ടറെ വിളിച്ച് വരുത്തി അവൾ ചെക്കപ്പ് ചെയ്യും. അപ്പോഴാണ് അവൾക്ക് പറയുന്നത് ആലീസിന് ചെവിയും കേൾക്കില്ല, സംസാരിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അപ്പം ജെറിക്ക് ഡൗട്ട്, ഞാൻ കേട്ടതാണല്ലോ ഇവൾ സംസാരിക്കണത്, ഇവിടെ നിന്നെ കള്ളം പറയണേ എന്ന് പറയും. അപ്പോൾ പോണ വഴിക്ക് ജെറി ഡോക്ടറോട് ചോദിക്കും, എന്നെ ഏതെങ്കിലും ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാവോ, എൻ്റെ വണ്ടി ഡാമേജ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ പോകാനായിട്ട് പറ്റില്ല എന്ന് പറയും. അപ്പം ഡോക്ടർ ഓക്കെ പറയും. എന്നതിന് ശേഷം ആ ഒരു ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ ജെറി നമ്മുടെ പള്ളിയിലോട്ട് വരും. അപ്പോൾ അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്, സൺഡേ പ്രാർത്ഥന. പെട്ടെന്ന് ആലീസ് എന്തോ ഒരു സൗണ്ട് കേൾക്കും. അവൾക്ക് ആരുടെ ചെവി കേൾക്കത്തില്ലല്ലോ. സോ അവൾ പെട്ടെന്ന് പുറത്തോട്ടിറങ്ങിപ്പോകും. അപ്പം ബാക്കിയുള്ള കുട്ടികളും എന്തോ പൊസസ് ആയതുപോലെ അവളെ ഫോളോ ചെയ്ത് ആ ഒരു മരത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പം അവൾക്ക് അവിടെ വെച്ച് മേരി മാതാവിനെ കാണാനായിട്ട് സാധിക്കും. മേരി മാതാവ് അവളോട് സംസാരിച്ച് അവൾ തിരിച്ച് അപ്പോൾ സംസാരിക്കാനായിട്ട് തുടങ്ങും. സംസാരിക്കുന്ന ബാക്കിയുള്ളവർക്ക് എല്ലാം അതിശയമാവും. കാരണം ഇവർക്ക് സംസാരിക്കാനായിട്ടുള്ള കഴിവില്ല എന്നുള്ള കാര്യം കണ്ട് എല്ലാവരും അത്ഭുതപ്പെടും. അപ്പം മേരി മാതാവ് അവൾക്ക് പ്രത്യക്ഷമായി എന്ന് എല്ലാവരും വിശ്വസിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവളുടെ പറയും, നമ്മളോട് മേരിക്ക് എന്തോ പറയാനുണ്ട്, നമുക്ക് നാളെ ഇവിടെ വരാനാണ് അവൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് വിശ്വസിച്ച് എല്ലാവരും അന്തംമുട്ടൊക്കെ നോക്കുകയാണ്. സംസാരിക്കാൻ പറ്റാത്തൊരു കൊച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മേരി മാതാവിനുള്ള വിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജെറി എന്താ ചെയ്യുന്നുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇവനിതെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഡോക്ടർ ഇവളെ ടെസ്റ്റ് ചെയ്യും, ഇവർക്ക് ചെവി കേൾക്കുന്നുണ്ടോ, സംസാരിക്കാൻ പറ്റുമോ. അപ്പോൾ ഇതെല്ലാം പാസ്സാവും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവളുടെ അസുഖം ക്യൂർ ആയിട്ടുണ്ട്, ഇവർക്ക് ഇനി ചെവിയും കേൾക്കാം
സംസാരിക്കുകയും ചെയ്യാം. ഇത് മേരി മാതാവിനുള്ള വിശ്വാസം എല്ലാവർക്കും ബാധിച്ചു. എന്നിട്ട് ജെറി വീട്ടിൽ വന്നതിന് ശേഷം അവളുടെ പഴയ ഓണറെ വിളിച്ചിട്ട് ചോദിക്കും, എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ വിചാരിക്കും ഇതും ഫേക്ക് ന്യൂസാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇനി റിസ്ക് എടുക്കാൻ വയ്യ ജെറി, നീ ഇത് ഒറ്റയ്ക്ക് ചെയ്തോ, ഇനി എന്നെ വിളിക്കില്ലെന്ന് പറയും. അതിനുശേഷം ജെറി കിടന്നുറങ്ങും. അപ്പം ജെറിയുടെ ഉറക്കത്തിൽ ഒരു ഒരു വീട്, അവിടെ ഒരു ചോരപ്പുഴ, പെട്ടെന്നൊരു രൂപം അവൻ്റെ തൊട്ട് വരും. ഇവൻ പേടിച്ച് അവൻ്റെ ഭിത്തിയിലോട്ട് നോക്കുമ്പം അവൻ്റെ ഭിത്തിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ട്. അപ്പോൾ അത് കാര്യമാക്കിയില്ല. പിറ്റേ ദിവസം മേരി ഇന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും ആ മരത്തിൻ്റെ മുടി തടിച്ചു കൂടും. അപ്പോൾ ഒരു കാല് വയ്യാതെ പയ്യനും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആലീസ് ചെന്ന് അവനോട് ചോദിക്കും, നിനക്ക് നടക്കണം? അപ്പോൾ അവൻ പറയും, നടക്കണം. നീ മേരിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എന്നാൽ നീ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ചെറുക്കൻ നടക്കും. അതോടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശ്വാസമായി. 2 അത്ഭുതമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നാട് മുഴുവൻ ഈ ന്യൂസ് സ്പ്രെഡ് ആവുകയാണ്. മേരി മാതാവ് ബാൻഫീൽഡ് എന്ന് പറയുന്ന നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ ഒരു ഊമയും ബധിരയുമായിട്ടുള്ളവർക്ക് കേൾവിയും സംസാരിക്കാനുള്ള കഴിവും കൊടുത്തു. കാല് വയ്യാത്ത ഒരാളെ നടത്തി. അപ്പോൾ ഇതെല്ലാം പോപ്പ് അറിഞ്ഞിട്ട് പോപ്പ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, ഇതിനു മുന്നേയും ഇങ്ങനെ നടന്നിട്ടുണ്ട്, പണ്ട് ഒരുപാട് പേർക്ക് മേരി മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അന്നെല്ലാം അതിൽ ഒരുപാട് സത്യങ്ങളുണ്ടായിരുന്നു, കള്ളങ്ങളുണ്ടായിരുന്നു. സോ ഇതിനുള്ള സത്യവും കള്ളങ്ങളും തെളിയിക്കാൻ വേണ്ടി ഫാദർ ഡെലിഗ്രേഡ് എന്നൊരാളെ ഇവ ബാൻഫീൽഡിലോട്ട് അയക്കാനായിട്ട് തയ്യാറാവും. ഫാദർ ഡെലിഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ചെന്ന് അതിലെ ഫാക്ട്സും എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം ഇതിൽ സത്യം ഉണ്ടോ എന്ന് കണ്ടെത്തും. സത്യം ഉള്ളതാണെങ്കിൽ ഇതിനെ ഈ ഒരു നഗരത്തെ വിശുദ്ധ നഗരമായി പ്രഖ്യാപിക്കും. അപ്പോൾ അവിടെ വിശ്വാസികളുടെ ഒരു ചാകരയായിരിക്കും. സോ അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പോപ്പിനത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മുടെ ഫാദർ ഡെലിഗ്രേഡിനെ അങ്ങോട്ട് അയക്കാനായിട്ട് തീരുമാനിക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫാദർ ഹേഗനാണ്. ഫാദർ ഹേഗന് ഭയങ്കര ഡൗട്ട്, ഇത് ദൈവികമാണോ എന്നൊരു ഭയങ്കര ഡൗട്ട്. അപ്പം ഫാദർ ഹേഗൻ അങ്ങോട്ട് ചെന്ന് തപ്പി നോക്കും. അപ്പം ആ പൊട്ടിയ ഡോർ കാണും. അപ്പോഴത്തേക്കും ഫാദർ ഹേഗൻ്റെ പിന്നിൽ ഒരു രൂപമുണ്ട്. ആ രൂപത്തെ പക്ഷേ ഹേഗൻ കാണുന്നില്ല. പെട്ടെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് വന്നുകൊണ്ട് നമ്മുടെ ഫാദർ ഹേഗൻ രക്ഷപ്പെടും. ഫാദർ ഹേഗൻ എന്നിട്ട് നമ്മുടെ ആലീസിനടുത്ത് ചെന്നിട്ട് പറയും, ആലീസ് ഇത് ദൈവികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഫാദർ ഹേഗന് നെഞ്ചുവേദന വരും. നെഞ്ചുവേദന വന്ന് പുള്ളി പെട്ടെന്ന് ചുമയ്ക്കാനായിട്ട് തുടങ്ങും. ഫാദർ ഹേഗൻ ആൾറെഡി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് വന്ന ബുദ്ധിമുട്ടാണ്. പുള്ളിക്ക് സിഗരറ്റ് വരെ ഉണ്ടായിരുന്നു. സോ അത് കാരണം അയാളുടെ ലങ്സ് ഫുള്ളും ക്യാൻസർ കൊണ്ട് ബാധിച്ചിരിക്കുകയാണ്. ലങ്സിൽ അവിടെ ഇപ്പോൾ ക്യാൻസർ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ഉടനെ നമ്മുടെ ആലീസ് ചോദിക്കും, നിങ്ങൾ മേരിയിൽ വിശ്വസിക്കുന്നു, മേരിയിൽ നിങ്ങൾക്ക് ആത്മാവിനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഫാദർ സമ്മതിക്കും, ഞാൻ മേരിയിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. അങ്ങനെ ആലീസ് അവളുടെ ദേഹത്ത് ടച്ച് ചെയ്യുമ്പോൾ പുള്ളിയുടെ ദേഹത്ത് ടച്ച് ചെയ്യും. അങ്ങനെ അയാൾക്ക് പെട്ടെന്ന് ആശ്വാസമാവും. പെട്ടെന്ന് അയാൾ നോക്കുമ്പോൾ ആലീസിൻ്റെ ബാക്കിലൊരു രൂപം. അപ്പോഴത്തേക്കും അയാൾക്ക് ഉറപ്പായി ഇത് ദൈവികമല്ല, ഇത് അൺഹോളി ആണെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാവും. അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് പേടിക്കും. അതിനുശേഷം ഫാദർ ഹേഗനെ സ്കാൻ ചെയ്ത റിപ്പോർട്ട് നമ്മുടെ പോപ്പിനും അതേപോലെ ഡെലിഗ്രേഡിനും കൊടുക്കുകയാണ്. അപ്പം അവർക്ക് വിശ്വാസം വരാനല്ലേ, അവർ പെട്ടെന്ന് ക്യൂർ ചെയ്ത് ഒന്നാണ് കാണിക്കുന്നത്. പഴയ റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടും ആ ക്യാൻസർ ക്യൂറായി. സോ പോപ്പ് ഇത് അംഗീകരിച്ചു. പോപ്പ് പിറ്റേ ദിവസം ചെന്ന് ആ മരത്തിനെ പൂജിക്കാനും ആ വീഡിയോ ഫുള്ള് വൈറലാക്കാനും തുടങ്ങി. ആ സമയത്ത് നമ്മുടെ ജെറിയുടെ പണ്ടത്തെ ഓണർ വിളിച്ചിട്ട് പറയും, ഞങ്ങൾ നിനക്ക് ജോലി വീണ്ടും തരാൻ തയ്യാറാണ്. അപ്പോൾ ജെറി ഉടനെ പറയും, ഇല്ല എനിക്ക് ജോലി മാത്രം പോരാ, എന്നെ സീനിയർ റിപ്പോർട്ടർ ആക്കണമെന്നൊക്കെ പറയും. അവരും അതിന് സമ്മതിക്കും. അതിനുശേഷം കാണിക്കുന്നത് കുറച്ച് പേർ അവിടെ നിന്ന് പോവുകയാണ്. കാരണം അവർ പറയും ഇത് ദൈവികമല്ല, ഇത് പിശാചിനാലാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേർ ആ നഗരം വിട്ടേ പോവുകയാണ്. അതിനുശേഷം രാത്രിയിൽ ജെറി നമ്മുടെ നാട്ടിൽ ഡോക്ടറോട് സംസാരിക്കും. അവന് കിട്ടിയ ഡോളിനെ പറ്റിയിട്ടൊക്കെ. അപ്പം ഡോക്ടർ പറയും, അങ്ങനെ കുറച്ച് ഫാമേഴ്സ് ഈ ഡോളുകൾ അവർ കെട്ടിയിടാറുണ്ടായിരുന്നു അവർക്ക് ഭാഗ്യം വരാൻ വേണ്ടി. എന്നാൽ കുറച്ച് ഡോളുകളുണ്ട്, ആ ഡോളുകൾ ഈവൽ സ്പിരിറ്റിനെ ബന്ധിക്കാൻ വേണ്ടി യൂസ് ചെയ്യണത്. അങ്ങനെയുള്ള ഡോളുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കും. അതേപോലെ നമ്മുടെ കലണ്ടറിൽ ഇല്ലാത്തൊരു ദിവസം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ജെറിക്ക് ഒരു ഡൗട്ട് വരും. അവൻ അങ്ങനെ ഒരു ഡോളിനെയാണ് ചവിട്ടി പൊട്ടിച്ചത്. അതിനുശേഷമാണ് ഈ അത്ഭുതങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി പുറത്തോട്ട് നടന്നു. അപ്പം ജെറി പെട്ടെന്ന് ഒരു സ്ഥലം കണ്ട് പെട്ടെന്ന് സ്റ്റോപ്പാകും. കാരണം അവൻ സ്വപ്നത്തിൽ അവൻ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. അവൻ നാട്ടിലോട്ട് ചോദിക്കും, ഈ സ്ഥലം എന്തോ ഒറ്റപ്പെട്ട് കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് 1800-കളിൽ എന്തോ ഇഷ്യൂ നടന്നതിന് തുറന്ന് ഇത് അടച്ചിട്ടിരിക്കുവാണ്, ഇത് ചർച്ചിൻ്റെ ഭാഗമാണെന്ന് പറയും. അപ്പം ഉടനെ ജെറി പറയും 1845. അപ്പോൾ ജെറി ഉടനെ പറയും എന്തോ വലുത് വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ ആ പുഴക്കരയിൽ ചെന്നിരുന്നിട്ട് അവൻ താഴോട്ട് നോക്കിയുമ്പോൾ പെട്ടെന്ന് ആ രൂപം അവൻ്റെ മുന്നിലോട്ട് വന്നു. അവനത് കണ്ട് പേടിച്ചു. അതിനുശേഷം കാണിക്കുന്നത് ഫാദർ ഹേഗൻ പഴയ റെക്കോർഡ്സൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അതിൽ മേരി എല്ലോർ എന്ന് പറഞ്ഞ സാത്താൻ സേവകയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാദർ ഹേഗന് മനസ്സിലാവും ഇത് മദർ മേരി അല്ല, ഇത് സാത്താനിക് ആയിട്ടുള്ള മേരിയാണെന്ന് മനസ്സിലാവും. പെട്ടെന്ന് ആ മേരി അവൻ്റെ അടുത്ത് വരും. മേരി അവൻ്റെ അടുത്ത് വന്നിട്ട് അവനെ പെട്ടെന്ന് കൊന്നുകളയും.
അപ്പം നമ്മുടെ ജെറിക്ക് എന്തോ ഡൗട്ട് അടിച്ച് ജെറി പെട്ടെന്ന് അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഫാദർ അവിടെ മരിച്ചു കിടക്കും. അപ്പോൾ അതൊരു സൂയിസൈഡാണ്. പള്ളിക്കകത്ത് സൂയിസൈഡ് എന്ന് പറയുന്നത് ചർച്ചിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. സോ പോപ്പ് വന്ന് നമ്മുടെ ജെറിയോട് പറയും, ഇനി ഇങ്ങനെ ഇത് പുറത്ത് പറയരുത്, പുള്ളി അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്ന് മാത്രമേ പറയാവുള്ളൂ എന്ന് ജെറിയോട് പോപ്പ് പറയും. ജെറിയോ അത് വല്ലാത്ത രീതിക്ക് സമ്മതിക്കും. ജെറിക്ക് അപ്പോൾ കുറ്റബോധമാണ്, താൻ കാരണമാണ് ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നത്, താനാണ് ആ ഡോൾ ചവിട്ടി പൊട്ടിച്ചത് എന്നൊരു പേടി വരും. പിറ്റേ ദിവസം ജെറി ആലീസിനെ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ പറയും, ഫാദർ മരിച്ചത് ഞങ്ങൾ വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ ആലീസ് പറയും, നല്ലവരെ ദൈവം പെട്ടെന്ന് വിളിക്കും, എല്ലാവരും മേരിയെ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് ആലീസ് പറയും, എൻ്റെ ഉള്ളിൽ ഇപ്പം മേരിയുണ്ട്, മേരി എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ അവർ ചെയ്യും. ഈ വീഡിയോ ചെയ്തതിനു ശേഷം രാത്രി നമ്മുടെ ജെറി പോയിരുന്ന് വീഡിയോ പ്രോസസ്സ് ചെയ്യും. വീഡിയോ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആലീസ് എപ്പോഴാണോ മേരി എൻ്റെ അടുത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവളുടെ അടുത്തായിട്ട് ഒരു രൂപം അവൻ കാണുന്നുണ്ട്. സോ അവൻ ആ രൂപം ക്ലോസ് ചെയ്ത് വാങ്ങിച്ച് നോക്കുമ്പോൾ ആ രൂപം പെട്ടെന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. ഇത് കണ്ട് ജെറിക്ക് കൺഫേം ആവും, ഇത് പൈശാചികമാണ്, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് അവനൊരു ബോധം വരും. പിറ്റേ ദിവസം ജെറിയും നമ്മുടെ നാട്ടിലെയും കൂടി പള്ളി റെക്കോർഡ്സൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പഴയ പള്ളിയിലോട്ട് ചെല്ലും. അവിടെ ചെന്ന് അവർക്കൊരു ബുക്ക് കിട്ടും. ആ ബുക്ക് എടുത്ത് വെച്ച് വായിക്കാൻ നോക്കുമ്പം നമ്മളത് ലാറ്റിനിലാണ്. സോ നമ്മൾ ജെറിക്ക് വായിക്കാറുകൂടാ. സോ അത് നാട്ടിലി വായിക്കും. നാട്ടിലി വായിച്ചിട്ട് പറയും, പണ്ട് മേരി എൽനൂർ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു സാത്താനിക് വർഷിപ്പ് ലേഡി. അപ്പം അവർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവൾ എല്ലാവരെയും മനം മാറ്റി ദൈവത്തിൽ നിന്നും അകറ്റാനായിട്ട് തുടങ്ങി. അതിനുശേഷം അവളെ വിശ്വസിക്കുന്നവർക്ക് അവൾ വരം കൊടുക്കാനും അവളെ വിശ്വസിക്കാത്തവരിൽ അവൾ പ്രതികാരം വീട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് മേരി എൽനൂർ വരികയാണ്. ഇവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പുറത്ത് ചാടും. എന്നിട്ട് ഇവർ നേരെ നമ്മുടെ പോപ്പിനടുത്ത് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും, ഇത് മേരി എൽനൂറാണ്, ഇത് ലോർഡ് മേരി അല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ പുള്ളിക്ക് നേരത്തെ അറിയാം. ഇത് കേട്ട് ഡെൽഗ്രേഡ് ചോദിക്കും, നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയാവോ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരെയും, എനിക്ക് ഈ പ്ലേസിനെ ഹോളി പ്ലേസ് ആക്കണം, ഇത് ഒരു വലിയ ബിസിനസ്സുണ്ട്. സോ അയാൾക്ക് വിശ്വാസമല്ല, പണമാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ജെറി പോയിരുന്ന് ഈ പഴയ റെക്കോർഡ്സൊക്കെ ചെക്ക് ചെയ്യും. പഴയ റെക്കോർഡ്സൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാവും, ഈ ജനങ്ങളെല്ലാം കൂടി മേരിയെ കൊന്ന സമയത്ത് ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവളുടെ കുട്ടിയെ ഇവൾ വേറെ ആരോ ഏൽപ്പിച്ചിട്ടുണ്ട്, പെഗറ്റ് എന്ന പേരുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ ഈ കാര്യം പെട്ടെന്ന് നമ്മുടെ ജെറി നമ്മുടെ നാറ്റലി ഡോക്ടറെ വിളിച്ചിട്ട് പറയും, നാറ്റലി ഇന്ന പോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നാറ്റലി ഉടനെ ഷോക്കാവും, എന്താണ് നിങ്ങൾ പേര് പറഞ്ഞത്, പെഗറ്റ്? അപ്പോൾ അവൻ നമ്മുടെ ജെറിയും പറയും, അതെ പെഗറ്റ്, നമ്മുടെ ആലീസിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് പെഗറ്റ്, ആലീസ് പെഗറ്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ ജെറി ഉടനെ പറയും, അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും ജീവനോടുള്ളത്, അവളുടെ വംശപാരമ്പര്യത്തിൽ ആരെങ്കിലും ഒരാൾ ജീവനോടുണ്ടെങ്കിൽ അവൾ മരിക്കത്തില്ല എന്നൊരു വരം അവൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ജെറി നമ്മുടെ നാറ്റലിയോട് പറയും. അപ്പോഴാണ് ഈ ഒരു സീൻ വരുന്നത്. നിങ്ങൾ ഈ സീൻ ഫുള്ള് റെക്കോർഡിൽ കാണാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫാദർ ഡെൽഗ്രേഡ് വന്നിട്ട് നമ്മുടെ ജെറിയെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം അവർ നമുക്ക് പറയും, മേരി എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം, ആ വർഷിപ്പ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുള്ളിക്കാരനെ അങ്ങോട്ട് പറഞ്ഞു വിടും, ജെറിയെ അങ്ങോട്ട് പറഞ്ഞു വിടും. എന്നിട്ട് ഫാദർ ഡെൽഗ്രേഡ് അവിടെ എന്നിട്ട് അവളെ ഇതാക്കി ബന്ധനസ്ഥയാക്കാൻ നോക്കുമ്പോൾ ഈ പെട്ടെന്ന് കുരിശിന് തീ പിടിച്ചതിന് ശേഷം ഈ കുരിശ് നമ്മുടെ ഫാദറിൻ്റെ നേരെ വീണ് ഫാദർ അവിടെ തന്നെ മരിക്കുകയാണ്. മരിച്ചതിന് ശേഷം അപ്പം നമ്മുടെ ജെറി പറയും, നമുക്കിത് സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, നമുക്ക് ഈ വിശ്വാസം തകർക്കണം, എന്നാൽ മാത്രമേ മേരിയുടെ ശക്തി കുറയത്തുള്ളൂ എന്ന് പറഞ്ഞ് ജെറി അവിടെ ചെന്നിട്ട് പറയും, മേരി ഞാൻ ഉണ്ടാക്കിയ കഥയാണ്, മേരി എന്നൊരു കഥാപാത്രം ഇല്ല എന്ന് പറയും. അപ്പോൾ ആലീസ് തന്നെ പറയും, അല്ല മേരി ഉണ്ട്, അതിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാറ്റലി നമ്മുടെ ആംഗ്യ ഭാഷയിൽ ആലീസിനോട് സംസാരിക്കും, ആലീസ് അങ്ങനൊരു കഥാപാത്രമില്ല, അങ്ങനെ അവൾ ദുഷ്ടയാണ്, അവളാണ് നമ്മുടെ ഫാദർ ഹേഗനെ കൊന്നത്. സോ ഇവൾക്ക് ഡൗട്ട് വരും. ഇവൾക്ക് ഡൗട്ട് വന്നതിന് ശേഷം ഇവൾ എല്ലാം ആലോചിക്കുമ്പോൾ ഇവൾക്ക് മനസ്സിലാവും, ഓക്കെ ഇത് പൈശാചികമാണെന്ന് മനസ്സിലാക്കി ഇവൾ തിരിച്ച് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ തീ കത്തുകയാണ്. തീയകത്ത് നിന്നും നമ്മുടെ മേരി എൽനൂർ പുറത്തോട്ട് വരുന്നു. മേരി എൽനൂർ പുറത്തോട്ട് വന്ന് നമ്മുടെ പഴയ പോപ്പുണ്ടല്ലോ, പോപ്പിൻ്റെ ഒറ്റയടിക്ക് കൊന്നുകളയാണ്. അതിനുശേഷം നമ്മുടെ ജെറിയെ അറ്റാക്ക് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ആലീസ് അവളുടെ മുന്നിൽ കയറി നിൽക്കും. ആലീസ് അവളുടെ മുന്നിൽ കയറി നിന്ന് അപ്പം ആലീസ് അവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. മരിച്ചു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവളുടെ പിന്മുറ തലമുറയെല്ലാം അവസാനിച്ചു മേരി എൽനോറിൻ്റെ. സോ മേരി എൽനോർ അവിടെ വെച്ച് ഇല്ലാണ്ടാവുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ജെറി ഉടനെ കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് തിരിച്ച് ജീവൻ കൊടുക്കുന്നതിന്
പകരം എൻ്റെ ജീവൻ നീ എടുത്തു എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ ആലീസിന് എഗെയിൻ ലൈഫ് വരും. ആ ഒരു ലൈഫ് വന്നതിന് ശേഷം അപ്പോൾ നമുക്ക് ഏതാ സീൻ എന്നുള്ളതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മേരി എല്ലോ ചത്തോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ആലീസ് തിരിച്ച് ജീവനോടെ വന്നിട്ടുണ്ട്. അവൾക്ക് വരം ആൾറെഡി ഉണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവർ ഫാദർ ഹേഗൻ്റെ മുന്നിൽ പോയിരുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. ഈ സീനിന് ശേഷം അവിടെയുള്ള മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചോര പോലെ വരുന്ന കാണിക്കും. ഈ സീൻ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് മേരി എല്ലോ റിട്ടേൺ വന്നതാണോ എന്ന് നമുക്കറിയില്ല. എന്തുമായാലും അങ്ങനെയാണ് സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.